അദ്ദർസുൽ ആശിർ നിസ്ഫുൽ ഈമാൻ യാസിർ കുളിച്ചു വൃത്തിയായി വെള്ളവസ്ത്രം ധരിച്ചു തലയിൽ തൊപ്പി വെച്ചു സുഗന്ധം പൂശി അവന്റെ പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞിട്ടുണ്ട്. വീടും ക്ലാസും പരിസരവും അവൻ വൃത്തിയായി സൂക്ഷിക്കുന്നു. എല്ലാവർക്കും യാസിറിനെ ഇഷ്ടമാണ്. ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു. ശുചിത്വം ഈമാനിന്റെ പകുതിയാണ്. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇവരാണ് സത്യവിശ്വാസികൾ. നിസ്കാരം ശരിയാവാൻ വൃത്തിയും ശുദ്ധിയും വേണം. ശരീരത്തിന് ശുദ്ധിയുണ്ടായാൽ മനസ്സും ശുദ്ധിയാകും. യാസിറിനെ നോക്കൂ. എന്തൊരു വൃത്തി, എന്തൊരു വൃത്തി. എല്ലാവരും അവനെ പോലെയാകണം. പല്ലു തേക്കണം, കുളിക്കണം, സുഗന്ധം പൂശണം. നഖവും മുടിയും കൃത്യമായി മുറിക്കണം. ശരീരവും വസ്ത്രവും മലിനമാക്കരുത്. ബാഗും പുസ്തകങ്ങളും അഴുക്കാവാതെ സൂക്ഷിക്കണം. വീടും ക്ലാസും പരിസരങ്ങളും ശുചീകരിക്കണം. എന്നാൽ നമ്മെ എല്ലാവരും ഇഷ്ടപ്പെടും. അല്ലാഹു തആല നമ്മെ ശുചിത്വമുള്ളവരിൽ പെടുത്തട്ടെ. ആമീൻ. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അല്ലാഹു തആല വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. മോനെ, ഈ പാഠത്തിൽ എന്ത് പഠിച്ച നിഗുന്തുണ്ടാ? വൃത്തിനെ കുറിച്ച് പഠിച്ച. നല്ല ക്ലീന് വേണോ നമ്മ. എന്തിനെ കുറിച്ച് പഠിച്ചേ? അല്ല, നമ്മളെ ക്ലീനായിട്ട് വേണം. നല്ല ചന്ത ക്ലീൻ എല്ലാം വേണം. അങ്ങനെ ക്ലീൻ ആയെങ്കിൽ നമ്മൾ ആരെല്ലാം ഇഷ്ടപ്പെടും? അള്ളാഹ് ഇഷ്ടപ്പെടും, പിന്നെ നബി ഇഷ്ടപ്പെടും, മലക്കുകൾ ഇഷ്ടപ്പെടും, ഉസ്താദ് ഇഷ്ടപ്പെടും, ഉമ്മ ഇഷ്ടപ്പെടും, ഉപ്പ ഇഷ്ടപ്പെടും. ആരെല്ലാം ഇഷ്ടപ്പെടും? അള്ളാഹ്, നബി, മലക്കുകൾ, ഉപ്പ, ഉമ്മ, എല്ലാവരും. ആരെല്ലാം ഇഷ്ടപ്പെടും? എല്ലാവരും ഇഷ്ടപ്പെടും. മാഷാ അല്ലാഹ്, എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ.